വനമന്ത്രിയുടെ തറവാട്ടിൽ വിഷപ്പാമ്പ് കയറി. വനപാലകരെത്താൻ വൈകിയതിനെ തുടർന്ന് നാട്ടുകാർ പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറി. വനമന്ത്രി കെ.പി. ഗണേഷ് കുമാറിന്റെയും മുൻമന്ത്രി ആർ. ബാലകൃഷ്ണപിള്ളയുടെയും കുടുംബ വീടായ വാളകം കീഴൂട്ട് വീട്ടിൽ നിന്നാണ് ഉഗ്രവിഷമുള്ള പാമ്പിനെ നാട്ടുകാർ പിടികൂടിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വനമന്ത്രിയുടെ തറവാട്ടിൽ രക്ത അണലിയെ കണ്ടെത്തിയത്. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുന്നിക്കോട് സ്വദേശി അജിയുടെ ഭാര്യയും കുഞ്ഞുങ്ങളുമാണ് പാമ്പിനെ കണ്ടത്. ഇവർ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് തടിച്ചുകൂടിയ തൊട്ടടുത്ത രാമവിലാസം ബി.എഡ് കോളേജിലെയും സ്കൂളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ചേർന്ന് വിവരം അഞ്ചൽ പോലീസ് സ്റ്റേഷനിലും അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലും അറിയിച്ചെങ്കിലും 3 മണിക്കൂറിന് ശേഷമാണ് വനപാലകർ എത്തിയത്. ഇതിനിടെ നാട്ടുകാരിൽ ചിലർ പാമ്പിനെ വലയിലാക്കാൻ ശ്രമം ആരംഭിച്ചു. കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം വനപാലകരുടെ സഹായമില്ലാതെ അധ്യാപകരും നാട്ടുകാരും ചേർന്ന് പാമ്പിനെ വലയിലാക്കി. പാമ്പിനെ ചാക്കിലാക്കിയ ശേഷവും വനപാലകരെ വിളിച്ചെങ്കിലും അവർ എത്തിയില്ല. ഇതിനിടെ തടിച്ചുകൂടിയവരിൽ ചിലർ വനംവകുപ്പിനെയും വനമന്ത്രിയെയും പഴി പറയാൻ തുടങ്ങിയത് കുറച്ചുനേരം തർക്കത്തിന് കാരണമായി. ഒരു 12 മണിയായി കണ്ടപ്പോൾ ഞങ്ങൾ കുറേ അന്നേരം തന്നെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. അവർ ഫോറസ്റ്റ് അറിയിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടും അവരാരും വന്നില്ല. അവസാനം നാട്ടുകാരുടെ ശ്രമത്തോടു കൂടി ഞങ്ങൾ ഈ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു. ഇതുവരെ ആരും വന്നിട്ടില്ല. പിന്നെ ഇത് അണലിയ സാധനം, പിന്നെ വിഷം തൂപ്പിക്കൊണ്ടിരിക്കുക. ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി വെച്ചേക്കുക. ചാക്കിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിനകത്താക്കി വെച്ച്. മന്ത്രിയുടെ വീട്ടിൽ ഒരു പാമ്പ് കയറിയപ്പോൾ ഒരു റവന്യൂയുടെ ഒരു പിന്നെ വനം വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ വരുമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ വീട്ടിൽ വരുമോ? പിന്നെ പാമ്പിനെ പിടികൂടിയിട്ടും വനപാലകർ എത്താത്ത പക്ഷം പാമ്പിനെ കൊന്നുകളയുമെന്നായി തടിച്ചുകൂടിയ ചിലർ. ഇതിനിടെ 3 മണിയോടെ അഞ്ചൽ റേഞ്ചിൽ നിന്ന് വനപാലകരെത്തി പാമ്പിനെ കൊണ്ടുപോയി. സ്കൂളും കോളേജുമെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വനം പോലെ തോന്നിക്കുന്ന ഈ മേഖലയിൽ നിന്ന് മുൻപും പാമ്പിനെ പിടികൂടിയിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.